സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറങ്ങിയോ? കേൾക്കാം. ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നിക്കേ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. നൈന, നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ മഹാലക്ഷ്മി ആരാ മോള? അല്ല, എന്റെ അച്ഛൻ. ജനിക്കണെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ, എന്നെ റിച്ചല്ലേ? റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്ര ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. പോലീസുകാരനെ വെട്ടിക്കൊന്നു. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാള് ശരിക്കും പറഞ്ഞതായിരിക്കും. ഇങ്ങനെ പോലെ പേടിത്തൊണ്ടനായ ഒരു മനുഷ്യൻ ഭൂലോകത്തില്ല. കുഴിമടിയ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. അതിച്ചിരി കൂടുതലല്ലേ? കുറച്ച് കൂട്ടി പറഞ്ഞു. അവിടുന്ന് സ്ഥലത്തിന് വിലയൊന്നുമില്ല. നിങ്ങൾ റിസ്ക് എടുക്കണം മിസ്റ്റർ. ഒരുപാട് പരിശീലനം കിട്ടിയ പട്ടിയല്ലേ ഇയാള്? അയ്യോ, ഞാൻ പട്ടിയല്ലേട്ടാ. ദിസ് കുട്ടി ആൻഡ് യു കുട്ടി. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നത്. ഇവിടെ അങ്ങനെ പരപ്പുറത്താണ്. ആണോ നമ്പിശ? അതേന്ന് കുട്ടിക്കുന്നു. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. എനിക്ക് നല്ല ഇഷ്ടാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഒന്നല്ല, ചുമ്മാ പറ. ഒന്നില്ല, ഇല്ലട്ടാ, കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. സത്യം പറയണ്ടായിരുന്നു. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. പിള്ളേരുള്ള വീടാണത്. യു ഷേംലെസ് ക്രീച്ചർ, ബ്ലഡി ബുൾഷിറ്റ്. തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. അത് വേണ്ട. വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. അപ്പൊ കാണാം. സി യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ. ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ പേര്? നല്ല പേര്. ബൈ ദ വേ, എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത്. അതെ, ഇവരാരൊക്കെയാണ്? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാർ. നിങ്ങൾക്കാർക്ക് ചിരി വരുന്നില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യുക? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ വെടിവെക്കാൻ വന്നാ. വെടിവെക്കാൻ ഇവനാര്? വെടിക്കാരൻ പണിക്ക്. അല്ലല്ല, നീ എന്താ ഈ കത്തി വേഷത്തില്? ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. ഓക്കെ, പോയിന്റിലോട്ട് വരാം. ധർമ്മേന്ദ്ര, മൺവാൾജി, കാർ കഴുകൂ. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യം ഞാൻ കാറ് കഴുകാം. എന്നിട്ട് ചേട്ടാ, ഈ ചെറുപഴം എന്താ? അത് മിനിഞ്ഞാന്ന്. ഇന്നലെ 1:37. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. കോയി ബാത് നഹീ. ഇപ്പോഴാ ഓർത്തത്, ബാത്റൂമിൽ പോയില്ല. സീരിയസ് ആണ്. പോയി ആശുപത്രി കിടക്കണ. താൻ ആളിയനെ ഒന്ന് വിളിക്കും. അയ്യോ, നാളെ ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തിക്കോ. മതി, മതിയായിട്ടില്ല. കുശലം എന്താ? കുശലം മനക്കാരി ഉണ്ടോ? ആന്തലയിൽ
അയ്യോ ആശാനെ ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ് ഞാൻ ചെയ്തിട്ടില്ല. നിന്റെ ചാന്തി അബദ്ധം പറ്റിയതല്ല. അമൃതാഞ്ജനുണ്ട് വേണ നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. That's great. എന്റെ 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 അല്ല അങ്ങോട്ട് ഇരിക്കാന്ന് പറയായിരുന്നു. സോറി സാബ്ജി. ആട്ടെ ഈ കുട്ടിയുടെ തന്ത ആരാന്നറിയോ? അതെന്റെ പോളിസിയെ ഞാൻ പറയും. നിന്റെ പോളിസി ഞാനൊന്ന് ഇടിച്ചു. രണ്ടാമത് സോറി സാർ. എന്നൊക്കെ സോപ്പ് കൊടുത്തേക്കണോ? എന്ത് സോപ്പാണ് സാർ? ചന്ദ്രിക തിളങ്ങൂ നാച്ചുറലായി എങ്ങനെ എങ്ങനെ ഇങ്ങനെ ആ മതി മതി. നമുക്ക് തിരിച്ച് പാലയിലേക്ക് പോകാം. ഞാൻ പോയി വരട്ടെ മക്കളെ. നമുക്ക് പോവാം. ആ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. എല്ലാം പറഞ്ഞ പോലെ പോയിട്ട് വരാം. പറഞ്ഞു തീർന്നില്ല. തുടങ്ങാം അല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. 1 2 3 4 ഇന്ദ്രരത്നം. ഹായ് ഇന്ദ്രരത്നം. നല്ല ശബ്ദം, നല്ല ശബ്ദം. സംശയമുണ്ടോ? നിന്നെ ഇന്ന് തുറന്നു വിടുന്ന പ്രശ്നമില്ല. സെബാസ്റ്റ്യൻ. പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഒന്നല്ല ചുമ്മാ അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തൊരു ഡിസിപ്ലിൻ. അവന്റെ ഒരു തമാശ. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ശരി എന്ത് ഒലക്കുണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? വേണ്ട. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ത്രിവിക്രമിന് പോകാറായില്ലേ? Anyway, ഞാൻ പോകുന്നു. ബൈ ബൈ. എന്റെ അച്ഛൻ ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? പിന്നെ ഈ കാരൻ തന്ന് വിട്ടിരിക്കുന്നതേ കൂട്ടിക്കൊണ്ടു പോകാനാ. വേഗം വാ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? എനിക്കറിയില്ല. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ. ആരാ മണ്ടൻ? നിന്റെ